ഇത്രയും ബൈബിൾ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? ബൈബിളിലെ ഈ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തതായിരുന്നോ? ഒരു പുസ്തകം ഇങ്ങനെ കൂട്ടിച്ചേർക്കാമെങ്കിൽ ഒരു അധ്യായമോ ഏതാനും വാക്യങ്ങളോ കൂട്ടിച്ചേർക്കാൻ വലിയ പാടില്ലല്ലോ, ശരിയല്ലേ? നമസ്കാരം, ഞാൻ ബിനോജ് തോപ്പിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു മതഗ്രന്ഥത്തെക്കുറിച്ചല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി ഒളിച്ചുവെച്ച ചില സത്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് വായിക്കുന്ന സാധാരണ ബൈബിൾ യഥാർത്ഥത്തിൽ പൂർണ്ണമാണോ, അതോ ഇതിൽ നിന്നും എന്തെങ്കിലും മറച്ചുവെച്ചിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. എത്യോപ്യൻ ബൈബിളിലെ ആ 81 പുസ്തകങ്ങളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? സഭകൾ ചില പുസ്തകങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ? ആദ്യം ഒരു വലിയ തെറ്റിദ്ധാരണ തിരുത്താം. പലരും കരുതുന്നത് എത്യോപ്യൻ ബൈബിളിൽ നിന്ന് വെട്ടിമാറ്റിയാണ് സാധാരണ ബൈബിൾ ഉണ്ടായതെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ എത്യോപ്യൻ ബൈബിളും സാധാരണ ബൈബിളും രണ്ട് വ്യത്യസ്തമായ പുസ്തക ശേഖരങ്ങളാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചെടുത്തതല്ല. എത്യോപ്യൻ സഭ 81 പുസ്തകങ്ങളെ അംഗീകരിച്ചപ്പോൾ കത്തോലിക്ക സഭ 73ഉം പ്രൊട്ടസ്റ്റന്റ് സഭകൾ 66ഉം പുസ്തകങ്ങളാണ് തിരഞ്ഞെടുത്തത്. രണ്ടും സ്വതന്ത്രമാണ്. സാധാരണ പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിൽ ഇല്ലാത്ത, എന്നാൽ കത്തോലിക്ക ബൈബിളിലുള്ള ആ 7 അധിക പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? തോബിത്ത്, യൂദിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ, ബാരൂക്ക്, പിന്നെ 1ഉം 2ഉം മക്കബായർ. ഇവയെ ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് വിളിക്കുന്നു. ഇവ കൂടാതെ എസ്തേറിന്റെയും ദാനിയലിന്റെയും പുസ്തകങ്ങളിൽ അധികമായി കാണുന്ന വിവരണങ്ങളും ഈ വിഭാഗത്തിൽ വരുന്നു. ഇവ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണോ അതോ പണ്ടേ ഉണ്ടായിരുന്നതാണോ എന്ന തർക്കം ഇന്നും ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ സജീവമാണ്. ഇനി നമുക്ക് ഗൗരവകരമായ ഒരു നിരീക്ഷണത്തിലേക്ക് വരാം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇയ്യോബ് തന്റെ നീതിയെക്കുറിച്ച് സ്വയം പുകഴ്ത്തുകയും ദൈവത്തോട് തർക്കിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ തന്നെ ന്യായീകരിക്കുന്ന ഇത്തരം ഭാഗങ്ങൾ പിൽക്കാലത്തെ എഴുത്തുകാർ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി തിരികെ കയറ്റിയതാകാം എന്നൊരു നിഗമനമുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പുസ്തകമാണ് ഒബദ്യാവ്. ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകമാണിതെങ്കിലും ഇതിലെ ഉള്ളടക്കം ഞെട്ടിക്കുന്നതാണ്. ഒബദ്യാവിന്റെ പുസ്തകം മുഴുവൻ ഏദോമിനോടുള്ള കടുത്ത പ്രതികാരവും ശത്രുതയുമാണ്. ഒരു പ്രവാചകന്റെ വാക്കുകളിൽ ഇത്രയും പകയോ? മനുഷ്യന്റെ ഉള്ളിലെ പകയും ക്രോധവും ദൈവത്തിന്റെ പേരിൽ എഴുതപ്പെട്ടതാണോ എന്ന സംശയം ഇത് ജനിപ്പിക്കുന്നു. ഇതും ഒരു കൂട്ടിച്ചേർക്കലാകാം. ഇയ്യോബിന്റെ സ്വയം ന്യായീകരണവും ഒബദ്യാവിന്റെ പ്രതികാര ബുദ്ധിയും പിൽക്കാലത്ത് ബൈബിളിൽ തിരികെ കയറ്റപ്പെട്ടതാണോ എന്നത് വലിയൊരു അന്വേഷണ വിഷയമാണ്. ഇത്തരം മനുഷ്യസഹജമായ വികാരങ്ങൾ ദൈവവചനമായി അവതരിപ്പിക്കപ്പെട്ടത് സഭകളുടെ ഇടപെടൽ മൂലമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ബൈബിളുകൾ ക്രമീകരിച്ചപ്പോൾ ഇത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇനി എത്യോപ്യൻ ബൈബിളിൽ മാത്രം കാണുന്ന ഹെനോക്കിന്റെ പുസ്തകത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ലോകത്തിലെ മറ്റ് സഭകൾ ഇതൊഴിവാക്കിയത്? വീണുപോയ ദൂതന്മാരെക്കുറിച്ചും അവർ ഭൂമിയിൽ വരുത്തിയ